ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് മലപ്പുറം ജില്ലയിലെ ഊർങ്ങാട്ടിരി പഞ്ചായത്തിലെ തെഞ്ചേരി എന്ന പ്രദേശ സ്ഥലത്താട്ടോ. ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒരു വീഡിയോ കാണിച്ചു തരാം, ബാക്കി കാര്യം നമുക്ക് പിന്നെ പറയാം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ സ്വന്തം നാട്ടുകാരെ, ഞാൻ ആശംസകൾ അറിയിക്കാനല്ല വന്ന്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദിയാണ്. ഞാൻ ഇന്നിവിടെ ഇങ്ങനെ നിൽക്കുന്നത് കാരണം സർഫാക്കാം, നമ്മളെ ചെയ്താക്കാം. ഞാൻ ടർഫ് പോയിരുന്നു, അവനെ വിളിച്ച് പറഞ്ഞ് നിങ്ങളെ കണ്ടത് നിക്കണം. അതിന് പൂർണ്ണ പിന്തുണ തന്ന് എന്റെ കുടുംബം, ഈ ഉമ്മമാര്, എന്റെ അമ്മമാര്, ഏട്ടന്മാര്, കാക്കമാര്, അനിയന്മാര്, അനിയത്തിമാര്, ഒന്നും രണ്ടും ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് എനിക്ക് വേണ്ടി ജീവിച്ചെടുക്കുന്നത്. എനിക്കറിയാമോ കരച്ച് ഇതൊക്കെ സന്തോഷമില്ലു. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, ചിരി മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാം ഞാൻ ചെയ്യും. പിന്നെ എന്റെ കൂടെ എല്ലാ കാര്യത്തിനും നിന്ന് ഹബീബ്, സഫറു, പിന്നെ നമ്മളെ ഷാജേട്ടൻ, അങ്ങനെ കുറെ പേരുണ്ട്. പേര് പറഞ്ഞാൽ തീരൂല, അത്ര മാത്രം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഓരോ വീടുകളിൽ കയറാനും അവരോടല്ല എന്നെ പറ്റി പറയാനും, പിന്നെ ഇങ്ങനെ ചിരിച്ചു കളിച്ച് നടന്ന എന്നെ നിങ്ങൾ അംഗീകരിച്ചു. എനിക്ക് വല്ലാത്ത സന്തോഷമുള്ളത്. ഞാൻ ഒരു 10-11 മണിയാകുമ്പോ കിടന്നൊക്കെ പോകും. പിന്നെ വാട്സപ്പിൽ രാവിലെ നിൽച്ചു പോകുമ്പോൾ 4 മണിക്കൊക്കെ ഇതുപോലെ ഫോട്ടോ ഒക്കെ വരും. അതുവരെ വലിയ പോസ്റ്റർ ഇട്ടിച്ച് കിടക്കുക. ഞാനും മുസ്ലിഫിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ നേരത്തെ പോകും. ഞാൻ എങ്ങനെയാണ് പക്ഷെ അൻഷിഫ്, ബാസിമ്, ഞാൻ നിൽക്കാണ്. കുറെ പ്രസംഗമല്ല, ഫസിലാണ്, എന്നാലും കരഞ്ഞു പോകും സത്യം. അപ്പോൾ സുഹൃത്തുക്കൾ, നിങ്ങൾ ആ പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞില്ലേ? നല്ല അടിപൊളി മനോഹരമായ പ്രസംഗമല്ലേ? എന്ത് ലാളിത്യമുള്ള പ്രസംഗം. കാരണം വെച്ചാൽ ഒരു പൊതുപരിപാടിയിൽ ഈ നാട്ടിൽ നിന്ന് പ്രസംഗിച്ചാട്ടോ. അപ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ഇവിടെ ഈ നാട്ടുകാരുണ്ട്. അപ്പോൾ നമ്മളെ മെമ്പറുണ്ട്, പുതിയ മെമ്പറുണ്ട്. അപ്പോൾ പരിചയപ്പെടാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ചോദിക്കാം. ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ തെരഞ്ഞു നടന്നൊരു മെമ്പറാണിത്. കാരണം വെച്ചാൽ എവിടെയാണ് ഈ അദ്ദേഹത്തിൻ്റെ സ്ഥലം നമ്മൾ തെരഞ്ഞ് കണ്ടുപിടിച്ചു. നമ്മൾ ഈ തെഞ്ചേരി എന്ന പ്രദേശത്താണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ പോവാണ്. എന്താ ഉഷാറല്ലേ? നമ്മൾ മെമ്പറാണ്. അപ്പോൾ എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? ഉഷാറാണോ? ഞാനൊരു പ്രസംഗം കേട്ടു. നിങ്ങൾ പ്രസംഗിച്ചാണത്? ഇവിടുന്ന് പരിപാടി പ്രസംഗിച്ച എന്ന് പ്രസംഗിച്ചാണത്? അത് കഴിഞ്ഞ പ്രാവശ്യം ഒരു പരിപാടി ഉണ്ട്, 29-ാം തീയതി നമ്മളെ വാർഡ് മെമ്പറും എല്ലാ മെമ്പർമാർക്കും ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്ന് പ്രസംഗിച്ചാണ്. പ്രസംഗം എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ നാട്ടിലെല്ലാവർക്കും ഒരു വർത്താനം അല്ലേ? സൗരവിന്റെ ഭാഷ പറയാൻ വർത്താനം അല്ലേ? അപ്പോൾ നിങ്ങൾ ആ പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ടോ? സൗരവ് വളരെ ലാളിത്യമായിട്ട് പ്രസംഗിക്കുന്നതും, സൗരവ് ആ പ്രസംഗത്തിലുടനീളം ഈ നാട്ടുകാരെയും ഈ നാട്ടിലെ 1 വയസ്സ് മുതൽ ഉള്ള കുട്ടികൾ മുതലേ സൗരവ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം വെച്ചാൽ വിജയിക്കാനും തെരഞ്ഞെടുപ്പിന് പ്രോത്സാഹിപ്പിക്കാനും വീട്ടിലൊന്ന് വോട്ട് ചെയ്യിക്കാനൊക്കെ എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തപ്പെട്ടത്? ഒരു കാരണം ഉണ്ടാവുമല്ലോ ഇങ്ങനെ എത്തിപ്പെടാൻ. ഇവിടെ സംവരണ സീറ്റാണ്. അപ്പം ഇവരെല്ലാവരും കണ്ടത് തന്നെയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ ഫോൺ ചെയ്ത് ടർഫ് പോയിരുന്നു കളിക്കാൻ വേണ്ടി. അപ്പോൾ ഇവർ രണ്ടാളാണ് എന്നോട് പറഞ്ഞു, നിങ്ങളെ എന്നെ കണ്ടത് എനിക്ക് സമ്മതമാണോ? അപ്പം എനിക്ക് അന്ന് കുറേ ആശങ്ക കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടുകാരോട് പറയണം പറഞ്ഞു. അപ്പോൾ വീട്ടുകാർ പൂർണ്ണ സപ്പോർട്ടായിരുന്നു. അങ്ങനെ കുറേ ആശയങ്ങളൊക്കെ ഇവരെല്ലാവരും പരിഹരിച്ചെന്ന് എല്ലാം പറഞ്ഞ് ഞാൻ നിന്ന്. അപ്പോൾ ഈ നാട്ടുകാരെങ്ങനെയുണ്ട് സപ്പോർട്ടൊക്കെ? നാട്ടുകാർ വളരെ നല്ല സ്നേഹമാണ് ഇവിടെ എല്ലാവർക്കും. നമ്മൾ ഓരോ വീട്ടിൽ പോകുമ്പോൾ ഓലെ നമുക്ക് തരുന്ന എന്താ പറയാ ഒരു സപ്പോർട്ടും സ്നേഹവും അത് കണ്ടറിയുന്നോ ആണോ. എനിക്കിത് ആദ്യമായിട്ടാണോ സ്റ്റേജ് കാരണം പ്രസംഗിക്കണമൊക്കെ? ഇതിനു മുമ്പ് ഇങ്ങനത്തെ ചെറിയ പരിപാടികളിൽ വേദി കയറിയിട്ടുണ്ട്. അതൊന്നും ചെറിയ ആശംസ പറയാന്നല്ലാതെ വലുതായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകളൊക്കെ ഇതുപോലത്തെ സ്ഥാനാർത്ഥി കേരളത്തിൽ ആദ്യമായിട്ടാണ്. ഇങ്ങനെ വേണം സ്ഥാനാർത്ഥികൾ, ഇതാണ് നാടിന് വേണ്ടത്, നാടിന് ആവശ്യം ഇങ്ങനെ പറഞ്ഞ സ്ഥാനാർത്ഥികളാണ്. എന്നുവെച്ചാൽ ഒരു പാവപ്പെട്ട ഒരാൾ, അതുപോലെ തന്നെ ഒരു ആ പ്രസംഗത്തിലുടനീളം ഒരു എളിമ. കാരണം വെച്ചാൽ അത് ഒന്നും അതിൽ നമുക്ക് ചേർക്കാനില്ല.
സൗരവിന്റെ ആ ഭാഷയിലില്ല ഒരു പ്രസംഗം അല്ലേ, അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ശരിയല്ലേ? ലക്ഷക്കണക്കിന് ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അച്ഛൻ, ഇതാണ്ട് അച്ഛൻ. ഓ ഉഷാറാണോ? നാട്ടിലെ സപ്പോർട്ട് എങ്ങനെയുണ്ട്? അച്ഛന്റെ പേരെന്താ? പരമേശ്വരൻ. ഈ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചപ്പോ ഇങ്ങനെ കോടിയടയാളത്തിൽ മത്സരിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ പൂർണ്ണ സപ്പോർട്ട് കഴിഞ്ഞോ? വിജയിക്കുന്നു തോന്നിയോ? അല്ലല്ലോ, ഒരു ചമ്മലുണ്ടാവും. ചമ്മലിച്ചാല് ഒരു സംഘം ഉണ്ടായിരുന്നു. വിജയിക്കൂല വോട്ടെണ്ണ അന്നൊക്കെ രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോ ഇങ്ങനെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും കരിഞ്ഞോ ജയിക്കും അല്ലേ? ഒരു കാളിപ്പുണ്ടായില്ലേ? സൗരവ് എങ്ങനെ ഉണ്ടായി? ജയിക്കുന്നില്ല പ്രതീക്ഷ ഉണ്ടായിഞ്ഞോ? ഈ നാട്ടുകാർ കൈവിടില്ലാന്നുണ്ടായിഞ്ഞോ? സൗരവ് ആ പ്രശ്നത്തിൽ പറഞ്ഞു, എനിക്ക് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ എനിക്ക് വോട്ട് ചെയ്യിച്ചാൽ എന്നെ ചിരിച്ചും കളിച്ച് നടക്കണം, എന്നെ ഒരു സ്ഥാനാർത്ഥികളാക്കി. സൗരവ് പിന്നെ ഇങ്ങനെ ജയിക്കും, ഞാൻ എന്തായാലും ജയിക്കുന്ന സൗരവിന് ഒരു പ്രതീക്ഷ ഉണ്ടായില്ലേ? എന്താണ് സൗരവിന് ഇനിയിപ്പോൾ ഈ വാർഡിലെ ഈ നാട്ടുകാരോട് പറയല്ലേ, എന്താ പറയല്ലേ? ഇനി എങ്ങനെയൊക്കെയാണ് അടുത്ത പ്രവർത്തനം? എങ്ങനെയൊക്കെയാണ്? പഞ്ചായത്തിലൊക്കെ പോയോ? പഞ്ചായത്ത് പോയി. എന്താ സൗരവിന്റെ ജോലി എന്താണ്? എന്റെ ജോലി, ഞാൻ ഇപ്പൊ പഠിത്തം കഴിഞ്ഞിരിക്കുകയാണ്. എന്താ ലോജിസ്റ്റിക് മാനേജ്മെന്റ് ആയിരുന്നു. അപ്പൊ ഇന്റർവ്യൂല് അറ്റൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോഴാണ് ഇവര് വന്നത്. പിന്നെ നാട്ടിൽ ഞാൻ ചെറിയ പെയിന്റിങ് നമ്മളെ അങ്ങനെ പോയിട്ടിരിക്കുന്നു. അവള് വന്ന് വിളിച്ചു. അപ്പോൾ ഓക്കെ ആയി. അപ്പോൾ ഇനിയിപ്പോൾ നാട്ടുകാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? നാട്ടുകാർക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സർവേയിൽ ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടു വെച്ചിട്ടുണ്ട്. എല്ലാവരും ആവശ്യമാണ് ഇവിടെ ലൈബ്രറി, അങ്ങനെ പൊതു ആയിട്ടുള്ള അത് നമുക്ക് സ്ഥലത്തിൻ്റെ പരിമിതി ഉണ്ട്. അത് നമ്മൾ കണ്ടെത്തി നമ്മളത് ചെയ്യും. പിന്നെ റോഡുകളൊക്കെ ഓൾറെഡി ഇത് നമ്മളെ പഴയ മെമ്പർ അവിടെ ഉണ്ട്, അതൊക്കെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ നാട്ടുകാരോട് നമുക്ക് എന്തും പറയാന്നുള്ളൊരു കോൺഫിഡൻസ് തുറന്ന് പറയാം അല്ലേ? പ്രസംഗമൊക്കെ വലിയ വേദികൾ പറയാലോ. നമ്മളെ നാട്ടില് അങ്ങനെ പറഞ്ഞാലല്ല ആൾക്കാർക്ക്. അപ്പൊ സുഹൃത്തുക്കളെ, സൗരവിന്റെ കുറെ കാര്യങ്ങൾ കേട്ടു. അപ്പൊ സൗരവിനെ എങ്ങനെ എത്തിക്കാൻ, സൗരവ് ഇങ്ങനെ എത്തപ്പെടാനും ഇങ്ങനെ വിജയിക്കാനും സ്ഥാനാർത്ഥി നിൽക്കാനും ഇപ്പൊ സൗരവ് നമ്മളെ മുന്നിലെ മെമ്പറായി നിൽക്കാനും ഒക്കെ കാരണം ഈ നാട്ടുകാരാണ്. അപ്പോൾ ഓരോരുത്തരും നമുക്കൊന്ന് പരിചയപ്പെടാം. ഇക്കാന്റെ പേരെന്താ? എൻ്റെ പേര് സെയ്ദ്. സൗരവിന്റെ എങ്ങനെയുണ്ട് നമ്മളെ പിന്നെ മെമ്പർ? എങ്ങനെയുണ്ട്? മെമ്പർ വളരെ ഉഷാറാണ്. ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയുള്ളൊരു മെമ്പറാണ്. ഈ പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മെമ്പർ എന്ന നിലക്കും ഒരു വിദ്യാർത്ഥിയായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന്, നമ്മുടെ സംവരണ സീറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ, എൻ്റെ വീട് തന്നെ അടുത്താണ്, വീടിൻ്റെ അടുത്തും നമ്മുടെ നാട്ടുകാരും നിലക്ക് എല്ലാ നിലക്കുള്ള പരിഗണന കൊടുത്ത് ഞാൻ ഷറഫുറിന് ആളും കൂടി ഇവിടെ നിൽക്കുമ്പോൾ ടർഫിലേക്ക് കളിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ സൗരവ് വരുന്നുണ്ട്, നമ്മൾ ഇവനെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് അഭിപ്രായപ്പെട്ടു. ബൈക്കുമ്മൽ ഞാൻ ബുള്ളറ്റുമ്മൽ മുന്നിൽ ഒട്ടി സൗരവിനെ നടുവിലിരുത്തി, ഇയാൾ ബാക്കിലായിട്ട് ഇയാളെ വീട്ടിൽ പോയി അച്ഛനോടും അമ്മനോടും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർക്ക് ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് റെഡിയാണ്, ധൈര്യം തന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു. എന്തായാലും ഈ വാർഡ് ഉറപ്പാണ്. UDF ഏറ്റവും അധികം മെജോറിറ്റി ഉണ്ട്. അതായത് കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളിലൊക്കെ ഏറ്റവും അധികം നല്ല വികസനം 3 ടൈമിൽ ഇവിടെ UDF ആണ് മത്സരിച്ച്. മുസ്ലിം കുഴപ്പമില്ല, വളരെ നല്ല കേരളക്കാരെ ഏറ്റെടുത്തിട്ടുണ്ട്. വളരെ നല്ല ഒരു നിലക്കുള്ള, അവന് പറഞ്ഞല്ലോ, അവന്റെ വെളിമത്തരും അതായത് മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞേക്കാം. ജാടയിലുള്ള പ്രസംഗമല്ല, ഒരു മെമ്പർ എന്നുള്ള ഒരു ഇതല്ല അവൻ മനസ്സിലാക്കുന്നത്. അതായത് ഇവിടെ ഉള്ള ആളുകളൊക്കെ സൗരവിനെ പോലുള്ള, അതായത് ആ നിഷ്കളങ്കരായ മനസ്സാണ്. അപ്പം സൗരവിന് ശരിക്കും സങ്കടമാണെന്ന് വന്നത്. ഇലക്ഷന് പ്രചരണ സമയത്തും സൗരവ് ഇതുപോലെ പ്രസംഗിച്ചിട്ടുണ്ട്. എനിക്ക് എന്തൊക്കെയാണ് ആവേണ്ടി പറയാൻ വീരല്ല, എനിക്ക് സങ്കടമാണ് നിങ്ങളെ ഈ സ്നേഹവും വാത്സല്യവും നാട്ടുകാരുടെ ചേർത്തി പിടിക്കലും കാണുമ്പോൾ ഉണ്ടായതെന്നാണ് സൗരവ് പറഞ്ഞത്. അതായത് സൗരവിൻ്റെ പ്രവർത്തനത്തിലുണ്ട്, സൗരവിൻ്റെ വീട്ടുകാർക്കുണ്ട്, കുടുംബത്തിനുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ആകെ ഇവിടെ നിങ്ങളെ വാർഡ് കുറഞ്ഞ ഏരിയയിലെ വാർഡാണെങ്കിലും ഒരു SC കോളനിയാണ്. ആ ഭാഗത്തുള്ള ആളുകൾ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമെന്ന് നോക്കിയിട്ടില്ല. വളരെ പക്ക CPM വരെ അദ്ദേഹത്തിനെ സഹായിച്ചിട്ടുണ്ട്. ഇക്കാര്യം പേരെന്താ? എൻ്റെ പേര് സക്കീർ. ഇവിടെ വാർഡിൽ ഇവിടെ സ്ഥാനത്ത് എങ്ങനെയുണ്ട്? മെമ്പർ എങ്ങനെയുണ്ട്? മെമ്പർ പിന്നെ അടിപൊളിയാണ്. ഞങ്ങൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പിന്നെ ഈ അതിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഉഷാറാവുന്നില്ല, പരിപൂർണ്ണ ഉറപ്പ് ഞങ്ങൾക്ക്. പ്രസംഗം കൂടി കേട്ടപ്പോൾ ഒന്നുകൂടി ഉഷാറായി. അതായത് പിന്നെ നമ്മൾ സൗകര്യം നിർത്തുന്നതിൽ ആൾക്കാരായിട്ട് പിന്നെ സംസാരിക്കില്ല, മുണ്ടയില്ല, സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ കഴിയില്ല, അതൊക്കെ ഓരോ പിന്നെ കമന്റുകൾ ഇനി വന്നില്ല. എതിർകക്ഷിയുടെ അതാണ് മാറിക്കിട്ടി. ഇതോടുകൂടി ഇക്കാര്യം വരുന്ന അബൂബക്കർ ഇവിടെ തന്നെയല്ലേ, നമ്മുടെ വാർഡിൽ തന്നെയല്ലേ, നമ്മുടെ മെമ്പർ ഉഷാറല്ലേ? എങ്ങനെയുണ്ട്? ജയിക്കുന്ന പ്രതീക്ഷ ഉണ്ടായിഞ്ഞോ? ഞങ്ങൾ ഈ സൗരവ് ഇവിടേക്ക് വരുമ്പം അവർ സംവരണ സീറ്റാണ്. ആ സീറ്റിലൊരു ചെറുപ്പക്കാരനെ നിർത്തുക, പുതിയ
ട്രെൻഡ് ന്യൂജനാണല്ലോ വരേണ്ടത്. അപ്പോൾ അത് പ്രകാരം സൗരവിനോട് ചോദിച്ചു. അവൻ്റെ വീട്ടിൽ അമ്മൻ്റെ അടുത്ത് പോയി. അച്ഛൻ അന്ന് ജോലിക്ക് പോയതായിരുന്നു. അപ്പോൾ അച്ഛനോട് ചോദിച്ചിട്ട് രാത്രി വിവരം തരാം, അച്ഛൻ നാളെ വരും ചെയ്യും പറഞ്ഞു. അപ്പോൾ ആ അടിസ്ഥാന ഫ്ലക്സിലൊക്കെ കണ്ടപ്പോൾ സൗരവ് വലിയൊരാളായി കഴിഞ്ഞു. ഇപ്പൊ കണ്ടപ്പോൾ സൗരവ് ഒന്നുമില്ല. ശരിയല്ലേ? അപ്പോൾ സൗരവിന് ഇത് സ്ഥാനാർത്ഥിത്വം പറയുന്ന നേരത്തെ അവന് ഒരുപാട് പേടിയൊക്കെ ആയിരുന്നു. എന്താ ഞാൻ ചെയ്യുക, ഇങ്ങനെ ഒരു മെമ്പറായ ചെയ്യുക, പിന്നെ അവൻ്റെ ഭാവി ജീവിതം, ഇങ്ങനെ കുറച്ച് കുറേ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. പാക്ക മാറിയിട്ട് ഓം ഉൾനാട്ടിൽ പഞ്ചായത്തിലെ ഒരു ഹീറോ ആയിട്ട് തന്നെ അടുത്ത സമയം കൊണ്ട് നല്ലൊരു അടിപൊളി മെമ്പറായിട്ട് വരും കാലങ്ങളിൽ വരുന്നില്ല പൂർണ്ണമായ വിശ്വാസമുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ പറയുന്നതിലും അതിൻ്റെ മുന്നോട്ട് അവൻ്റെ ഓരോ വീടുകളിൽ കയറിയിട്ടില്ല, ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോരുന്നത്. എന്താ വെച്ചാൽ ജനങ്ങളെ ആവശ്യം ഓം സ്വന്തമായിട്ട് എക്സൽ സീറ്റും മറ്റുള്ള ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് അന്വേഷിച്ച് അതിനനുസരിച്ചുള്ള പരിപാടികളായിട്ട് മുന്നോട്ട് പോകാനാണ് അവൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് നമ്മൾ കരുതിയനാട്ടിലും ഒരുപാട് മുൻപന്തിയിലേക്ക് സൗരവ് വന്നിട്ടുണ്ട്. ഇവിടെ മറ്റ് എതിർ സ്ഥാനാർത്ഥികളൊക്കെ എപ്പോഴും അവൻ സംസാരിക്കൂല, ചിരിച്ച് നടക്കുക, ചെറിയ പയ്യൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇലക്ഷൻ പ്രഖ്യാപിച്ച ഉടനെ, സംവരണ സീറ്റായ ഉടനെ തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചു. എന്നിട്ട് പിന്നെ നമുക്ക് സ്ഥാനാർത്ഥി ഇല്ലായിരുന്ന ഒരു കളിയാക്കൽ നമുക്ക് ആ സമയമാകുമ്പോൾ മതി എന്നുള്ള വെച്ചു. ഏതായാലും ഓൻ വന്നോടുകൂടി ട്രെൻഡ് തന്നെ മാറി. അവൻ്റെ ടീം ഒരു ഇവിടെല്ലാം UDFൻ്റെ ഒരു ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം കൊണ്ടും പിന്നെ അവൻ്റെ ഒരു ടീമുണ്ട്, അറക്കളം പറഞ്ഞൊരു ടീം, ആ ടീമും എല്ലാവരും യുവാക്കളും ഒന്നായിട്ട് ഒരുമിച്ച് നിന്നു. നല്ലൊരു വിജയം ഇവിടെ നാട്ടുകാർ നമുക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ കുറേ പേരുണ്ട്, കാരണം വെച്ചാൽ നമുക്ക് സമയപരിധി മൂലം നമുക്ക് പെട്ടെന്ന് എല്ലാവരും പരിചയപ്പെടാം. ഇക്കാരുടെ പേരെന്താ? എൻ്റെ പേര് TV അബൂബക്കർ. നമ്മളെ മെമ്പർ സൗരവിൻ്റെ കൂടെ എല്ലാ സമയവും ഉണ്ടാവലുണ്ട്. അപ്പോൾ ഓനെ ഫസ്റ്റ് നമ്മൾ പറയുമ്പോൾ പിന്നെ ഓന് പേടിയേനു, എനിക്ക് എന്താ മെമ്പർ സ്ഥാനം എന്താ ചെയ്യുക, എനിക്ക് എങ്ങനെ റോഡ് എങ്ങനെ കൊണ്ടുവരും, വികസനങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുവരും, ഒന്നും ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. അപ്പോൾ ഞങ്ങൾ കട്ടക്ക് സപ്പോർട്ട് ധൈര്യം കൊടുത്തു. ഇനി വന്നാൽ മതി, കട്ടക്ക് നിന്നാൽ മതി, ഞങ്ങൾ എല്ലാ കാര്യവും ഞങ്ങൾ ചെയ്യും. ഇവിടെ മുൻ മെമ്പർമാരൊക്കെ എല്ലാ വികസനങ്ങളും ചെയ്തിട്ടുണ്ട്, അതുപോലെ എനിക്കും ചെയ്യാൻ കഴിയും. ഞങ്ങൾ എൻ്റെ കൂടെ കട്ടക്ക് സപ്പോർട്ട് ഉണ്ടാവുമെന്ന് അവനെ ഞങ്ങൾ മുൻപന്തിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ശരി, എൻ്റെ പേര് ഉബൈദുള്ള, കുഞ്ഞാണി എന്ന് വിളിക്കുക. ഞാൻ 2015 മുതൽ 20 വരെ ഇവിടെ മെമ്പറായിരുന്നു. അതിൽ പറഞ്ഞതായിരിക്കും അല്ലേ, ബാക്കിൽ നമ്മളെ കുഞ്ഞാണിണ്ട്, നമുക്ക് ധൈര്യം തരാന് അല്ലേ, ആ പ്രസംഗത്തില് അല്ലേ, ആ കുഞ്ഞാണിയാണ് നിങ്ങൾ. 20-25 വരെ ഭാര്യയായിരുന്നു. അപ്പോൾ 10 കൊല്ലം ഈ വാർഡിൽ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ അതിന്റെ ഫുള്ള് സപ്പോർട്ട് ഞങ്ങൾ ഉണ്ടാവും ചെയ്തു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ പിന്തുണയുണ്ടാവും, തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും കുഞ്ഞാണി ചോദിച്ചാൽ. അപ്പോൾ ഞാൻ പവണ വാർഡിൽ മെമ്പറാണ്. ഇപ്പോൾ തൊട്ടടുത്ത വാർഡിലെ മെമ്പറാണ്. തൊട്ടപ്പുറത്ത്. ഓക്കെ. ഏതാണ്? പാവണ്ണ. ശരി. അപ്പൊ ഞാൻ സഹായത്തിനും പുതുമുഖാണെങ്കിലും ഒരു പേടിയും പേടിക്കാണ്ട് നമ്മളുണ്ടാവും. എന്താ പേരെന്താ? ഷെരീഫ്. ഇവിടെ തന്നെയല്ലേ, തെഞ്ചി തന്നെയാണ് നമ്മളെ മെമ്പർ. സൂപ്പറാണല്ലോ അല്ലേ, പ്രസംഗം സൂപ്പറായി. പ്രസംഗം എല്ലാം സൂപ്പറാണ്. ആദ്യ പ്രസംഗം തന്നെ മെമ്പർ കലക്കി. ഇനി ഇതിലപ്പുറം എങ്ങനെ പ്രസംഗിക്കാല്ലേ? ഒന്നും പറയാല്ല, കാരണം ബാക്കി ഒന്നും പറയാലല്ലോ, ഒക്കെ പച്ചളായിട്ട് പറഞ്ഞു. പുഞ്ചിരിയാണ്. എന്താ പറയുക, പേരെന്താ? പേര് കത്താബ്. പിന്നെ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് കണ്ടെത്തിയപ്പോൾ സൈദാക്കിയും സക്കീറും സർഫൊക്കെ കണ്ടെത്തിയപ്പോൾ നമുക്കൊക്കെ മനസ്സിൽ വലിയ ആശങ്കയാണ്. അന്ന് അവനെന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടിയാണ്, കുട്ടിത്വം കഴിഞ്ഞിട്ടില്ല. ഇപ്പം ഞങ്ങളെക്കാളും മുതിർന്നൊരു വലിയൊരു ഉത്തരവാദിത്തമുള്ളൊരു ബോധമുള്ള ഒരാളായി, മെമ്പറായി, എല്ലാം കൊണ്ടും ഭാവിയിൽ വലിയൊരു ആളായി മാറും. മുമ്പ് ഉണ്ണികൃഷ്ണൻ മരണപ്പെട്ടു പോയ ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ആ തലത്തിലേക്കൊക്കെ വളർന്നു വരുമെന്നൊക്കെ ഞങ്ങൾ വലുതാക്കുന്നില്ലൊരു ഒരു ഉത്തരവാദിത്ത ബോധം ഞങ്ങൾക്കും ഉണ്ട്. ഇപ്പോൾ ഞങ്ങളെ മുന്നിലുള്ള ആൾക്കാർക്ക് പേച്ചിട്ടില്ല, ഒരു കാരണത്താലും അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത ഞാൻ പേവ് പറ്റിയിട്ടില്ല എന്നില്ല. ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ സ്വാഭാവികമായിട്ട് ബോധ്യപ്പെട്ടു. എൻ്റെ പേര് ബഷീർ. ഇവിടെ തന്നെ ഒരു പ്രവാസിയായിരുന്നു. അപ്പോൾ സൗരവ് ഞങ്ങളുടെ സുഹൃത്തിൻ്റെ അയൽവാസി ഇവിടെയാണ്. അപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥി നിർത്തിയപ്പോൾ പിന്നെ അവനൊന്നും അറിയില്ല എന്നുള്ള ഒരു കളിയാക്കലും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇനി പറഞ്ഞാൽ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുമെന്ന് പറഞ്ഞല്ലോ, അതേപോലെ ഇന്നത്തെ പ്രസംഗത്ത് പറഞ്ഞെന്ന് വെച്ചാൽ എന്റെ ചിറി മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ, ബാക്കിയുള്ള സ്വഭാവം അത് പോണുള്ളൂ എന്നില്ലതാ. ബിരിയാണിന്റെ അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണമെങ്കിൽ നാട്ടുകാരെ കണ്ട നാട്ടുകാർക്കൊക്കെ സൗരവിന്റെ കാര്യങ്ങൾ പറയാനുള്ളൂ. കാരണം സൗരവിന്റെ ആ ഒരു യുവത്വത്തിന്റെ പ്രതീകമാണ് സൗരവ്. കാരണം വെച്ചാൽ സൗരവിനെ പറ്റും ഈ ഒരു നാട്ടിലേക്ക് എന്നുള്ള ജനങ്ങളെ ചിന്ത വന്നു പോയി. അപ്പൊ എന്താ സൗരവേ, സംഗതിയിൽ പ്രസംഗം കളിക്കട്ടെ, എന്തായാലും പറയാൻ വയ്യ, ഇനി ഇതിനപ്പുറം പ്രസംഗിക്കാമല്ല. അപ്പോൾ സൗരവ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തെരഞ്ഞ സൗരവാണിത്. കാരണം സോഷ്യൽ മീഡിയ ഇങ്ങനെ ചോദിക്കുകയാണ് ഈ സൗരവ് എവിടെയാണ് ഈ സ്ഥാനത്ത് എന്താണെന്നൊക്കെ. അപ്പോൾ ഉഷാറായപ്പം അപ്പോൾ ധൈര്യമൊക്കെ കിട്ടിയില്ലേ സ്റ്റേജ് കയറിയപ്പോൾ? ഇനി നമുക്ക് വലിയൊരു പ്രോഗ്രാം നടന്ന് നമുക്ക് പ്രസംഗിച്ചൂടെ? ധൈര്യത്തിൽ ഇതുപോലെ തന്നെ പ്രസംഗിക്കണം. ഈ പ്രസംഗത്തിലൊന്നും മാറ്റം വരുത്തണ്ട, ഇതാണ് പ്രസംഗം. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് കണ്ടേലും ഈ ഒരു പരിചയപ്പെടാനും. ഒരുപാട് കാലം
ഈ ഒരു നാടിൻ്റെ മെമ്പറായിട്ട് എല്ലാ ആൾക്കാർക്കും ജാതി മതഭേദമന്യേ താങ്ങും തണലുമായിട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. സൗരവിന് ലാസ്റ്റ് നമ്മളെ പ്രേക്ഷകരോട് എന്താ പറയാല്ലേ? പ്രസംഗം കണ്ട് പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു കാക്ക വിളിച്ചിരുന്നു, ഷമീർ എന്ന പേര്, സ്കൂളിൽ വർക്ക് ചെയ്യാണ്. എന്നെ വിളിച്ചാണ്ട് എന്താ മൂപ്പരെ സന്തോഷവും സ്നേഹമൊക്കെ അറിയിച്ചു. അതൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ആ കാക്കത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയാ, എൻ്റെ സന്തോഷം അങ്ങോട്ട് തിരിച്ചറിയിക്കാണ്. അതുപോലെ സൗരവിന് തിരുവനന്തപുരത്ത് നല്ല ഡൽഹിയിൽ നിന്ന് വിളിക്കും ഈ ആദ്യ പ്രസംഗം പ്രസംഗിച്ചാല് അല്ലേ? സത്യല്ലേ? അയാദ്യ പ്രസംഗം പ്രസംഗിച്ച് ആരെങ്കിലും ഇതുവരെ എത്ര കാലം നിങ്ങളൊക്കെ ഈ ഒരു പിന്നെ ഇവിടെ പിന്നെ വാർഡിൽ അല്ലെങ്കിൽ ഈ ഒരു കേരളത്തിൽ ഈ മലപ്പുറം ജില്ലയിലൊക്കെ നിങ്ങളൊക്കെ പ്രവർത്തനം തുടങ്ങിയ കാലത്തിലായി ഇതുപോലത്തെ പ്രസംഗം നിങ്ങൾ കേട്ടണോ? അതന്നെ സൗരവ് അല്ലേ? അപ്പൊ ഇതങ്ങനെ തുടർന്ന് പോവുക. എവിടെ സൗരോർജം, ഈ നാടിന്റെ സൗരോർജം അല്ലേ? ഓക്കെ അല്ലേ? ഉഷാറേ, ടെൻഷനൊക്കെ മാറിയില്ലേ? അച്ഛൻ പറഞ്ഞു, അച്ഛനും ടെൻഷൻ ഉണ്ടായി, അച്ഛനും ടെൻഷൻ. അച്ഛൻ ഉഷാറല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ വീഡിയോയുടെ ചെറിയ വീഡിയോ അതിൻ്റെ പേര് മാക്സിമം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കാരണം വെച്ചാൽ മറ്റുള്ള ജനങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഇതുപോലത്തെ സൗരവിനെ പോലത്തെ ഒരു അനേകായിരം ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അവർക്കൊക്കെ ഇനി വരും കാലത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ പങ്കെടുക്കാനും അവർക്കൊക്കെ വേണ്ടി സൗരവ ഊർജ്ജമാണ് നൽകിയത് കേട്ടോ. സൗരോർജ്ജം നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ബൈ.